കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് പാസ്റ്റർ ചേസ് ജോസഫാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബരാക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളൊരു വിഷയം ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യരുടെ നീതി മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ വേണ്ടിയുള്ളതാണ്. അത് അത്തിയിലകൾ കൂട്ടിത്തുന്നിയ ഒരു ഉടുപ്പ് പോലെയാണ്. അത് മറ്റുള്ളവർ കാണുന്നു, സന്തോഷിക്കുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം നമുക്ക് ആ നന്മ ആവശ്യമാണ്. മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണ്. നമ്മൾ നല്ലവരാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ നമുക്കിവിടെ ജീവിതം ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരോട് പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പലപ്പോഴും സഭകളിൽ വരെ കേട്ടിട്ടില്ലേ, കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയുമ്പം ബാക്കിയുള്ളവർക്ക് ആ ആളെക്കുറിച്ചൊരു അപ്രീസിയേഷൻ ഉണ്ടാകുന്നുണ്ട്. കൊള്ളാം, 2 ദിവസം ഉപവാസം എടുക്കാൻ പുള്ളിക്ക് പറ്റിയല്ലോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. ആ ഒരു ഇന്ധനം വെച്ചാണ് ഈ മനുഷ്യൻ്റെ നീതി ഓടുന്നത്. അപ്പോൾ എവിടെയായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്നുള്ളത് നമ്മുടെ പേര് വായിച്ച് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇന്ന മനുഷ്യൻ ഇത്ര തന്നു. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ വേറെ ആൾ കൊടുത്തു കഴിയുമ്പോൾ സന്തോഷമൊക്കെ പോകും. എങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ നീതി. അവന് ശരിക്കും നീതി ഇല്ലെങ്കിലും ഈ നീതിമാനായി കാണപ്പെടുവാൻ വേണ്ടി അവൻ ചെയ്യുന്ന ഒത്തിരി അഭ്യാസങ്ങളുണ്ട്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിന് അത്തിയില നീതി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ അത്തിയില നീതിയുടെ പ്രത്യേകത അത് മനുഷ്യർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിലാണ്. ഈ മനുഷ്യരുടെ മുമ്പിലുള്ള നീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് ഭയങ്കര ഇമ്പ്രഷനായിരിക്കും. എന്ത് നല്ല മനുഷ്യൻ എന്ന് പറയും. പക്ഷേ ദൈവം നോക്കുമ്പോൾ അതെല്ലാം ഡിസ്ക്വാളിഫൈഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നോക്കുന്ന ഹൃദയത്തിനകത്ത് നമ്മളെ വിശുദ്ധരാക്കി മാറ്റുവാൻ ഒരു നിയമത്തിന് സാധിക്കില്ല. നമ്മൾ എത്ര നിയമം അനുസരിച്ചാലും. ഇപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടു, ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നീതിമാനാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഇടുന്ന ഒരു നിർബന്ധത്തിൻ്റെ പേരിലാണ്. ആ നിർബന്ധം കാരണമാണ് നിങ്ങൾ ഇടുന്നത്. അപ്പോൾ അത് റൈച്ചസ്നെസ് അല്ല. അപ്പോൾ ഇവിടെ പറയുന്ന മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്ന ഒരു ഷോയാണ്. മറ്റുള്ളവരെ കാണിക്കുക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. ഞാൻ കൊള്ളാം, ഞാൻ അത്ര മോശമല്ല എന്ന് വെളിപ്പെടുത്തുക. നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കി. നിങ്ങളുടെ അയൽവക്കക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, ഇവിടെ എല്ലാം ഒരു പരിധിവരെ ഷോ എന്ന് പറയുന്നൊരു ഭാഗം, അതായത് നമ്മൾ നീതിമാന്മാരാണ് എന്ന് കാണിക്കാനും നമ്മളെ തന്നെ ന്യായീകരിക്കാനുമുള്ള ഒരു പരിശ്രമമുണ്ട്. ഇന്ന് സഭകളിലും ഇത് കൂടിക്കൂടി വരികയാണ്. മിക്കവാറും മെയ് മാസം ജൂൺ മാസം ആകുമ്പോൾ മിക്കവാറും ഈ യൂത്തുകാർ, അതായത് സഭയിലുള്ള ക്രിസ്ത്യൻ യൂത്ത്സ്, അവർ ഇങ്ങനെ പല പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. രക്തദാന ക്യാമ്പ് പണ്ടാരോ നടത്തിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നല്ല കാര്യമാണ്, ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ നോ പ്രോബ്ലം, അത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സ്കൂൾ തുടങ്ങുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് ബാഗും പുസ്തകങ്ങളും ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഞാനിങ്ങനെ ചില ചടങ്ങുകളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ട്. അവിടെ ഒരു വിശിഷ്ടാതിഥി വരുന്നു. വിശിഷ്ടാതിഥി വന്ന് പാവപ്പെട്ട പിള്ളേരെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഓരോരുത്തർക്കായിട്ട് ബാഗും പുസ്തകം കൊടുക്കുന്നു. അപ്പുറത്ത് ബാഗും പുസ്തകം കൊടുക്കാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അപ്പുറത്തിരിക്കുന്നു. അവരുടെ മക്കളും ഇവിടെ ഉണ്ട്, ഇവരുടെ മക്കളും അവിടെ ഉണ്ട്. ഈ പാവപ്പെട്ട പിള്ളേർ ഓരോരുത്തരായിട്ട് വിളിച്ച്, ദരിദ്രനായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഔദാര്യം സ്വീകരിക്കുന്നു, ദരിദ്രനായ അടുത്ത മനുഷ്യൻ ഞങ്ങളുടെ ഔദാര്യം സ്വീകരിക്കുന്നു. ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. കാരണം നമ്മൾ ആനന്ദിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇത്ര നല്ലവനാണല്ലോ, ഇങ്ങനെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തല്ലോ, ഇത്രയും പൈസ ഞാൻ ഒരു കൊച്ചിന് വേണ്ടി ബുക്ക് മേടിക്കാനുള്ള പൈസ ഞാൻ കൊടുത്തല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ ദാരിദ്ര്യം അവനെ അപമാനിക്കുന്നുണ്ട്, അവൻ അപമാനിതനാകുന്നുണ്ട്. അവൻ കൈനീട്ടി വാങ്ങുമ്പോൾ അവൻ അപമാനിതനാണ്. അവൻ്റെ പിതാവും മാതാവും അപ്പുറത്തിരുന്ന് വിഷമിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ദാനം വാങ്ങിക്കേണ്ടി വന്നല്ലോ എന്ന്. പക്ഷെ കൊടുക്കുന്നവർക്ക് ഭയങ്കര ഒരു സ്വയനീതീകരണമാണ്. ഇനി ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ, ഇത് പരസ്യമായൊരു സ്റ്റേജിൽ ചെയ്യാതെ രഹസ്യമായി അവരുടെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് ഈ ബാഗ് മേടിച്ച് അവർക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്കിരിക്കട്ടെ, ഞാൻ തന്നെന്ന് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അപമാനിക്കപ്പെടുകയില്ലായിരുന്നു. സ്റ്റേജിലേക്ക് അവരുടെ ദാരിദ്ര്യം ഒരു ഡ്രാമ പോലെ പ്രസൻറ്റ് ചെയ്യപ്പെടുകയില്ലായിരുന്നു. അവിടെ ചുറ്റുമുള്ളവരെല്ലാവരുടെയും നിന്ദയ്ക്കും അപമാനത്തിനും കാരണമായി. പ്രത്യേകിച്ചും ദാരിദ്ര്യം വിശ്വാസികളുടെ ഇടയിൽ നിന്ദിക്കപ്പെടുന്നൊരു കാര്യമാണ്. ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നല്ല നമ്മളിന്ന് പറയുന്നത്. ദരിദ്രരായവർ, ശപിക്കപ്പെട്ടവർ, അവർക്ക് എന്തോ
തടസ്സമുണ്ട് ജീവിതത്തിൽ, അവർ ശരിക്കും വിശ്വാസികളല്ല എന്നൊക്കെയാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവരെ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിൻ്റെയും അപമാനത്തിൻ്റെയും വഴിയിലേക്ക് ഇറക്കി വിടുകയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ചെയ്യുന്നത്. ഇത് സ്വയനീതിയുടെ ഒരു പ്രത്യേകതയാണ്. അതിന് ഷോ ചെയ്യാൻ, ഫോട്ടോ എടുക്കാൻ ആരും ഇല്ലെങ്കിൽ ആ നീതി അങ്ങോട്ട് വരികയില്ല. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മൈക്ക് എന്ന് പറയുന്നത് താഴെ വയ്ക്കാൻ തോന്നുകയില്ല. ഇതെല്ലാം നമ്മളെ തന്നെ നല്ലവരും ആത്മീകരും ആയിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഈ മനുഷ്യനീതിക്കെതിരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത്. നമ്മൾ ശരിക്കും മറ്റൊരാളുടെ മുമ്പിൽ വിളങ്ങുന്ന നീതി, മറ്റൊരാൾ നമ്മളെ പുകഴ്ത്തി പറയാൻ ഇടയാക്കുന്ന ആ നീതിയെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് പാപികളുടെ അടുത്തേക്ക് പോയത്, നീതിമാന്മാരുടെ അടുത്തേക്ക് പോകാഞ്ഞത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നീതി ഈ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ നീതിക്ക്, അതായത് വിശ്വാസത്താൽ വരുന്ന ആ അതിമനോഹരമായ ദൈവികമായ നീതിക്ക് ഏറ്റവും തടസ്സം എന്ന് പറയുന്നത് പാപിയായൊരു മനുഷ്യനല്ല, മനുഷ്യനീതിയാൽ തടിച്ച ഒരു മനുഷ്യനാണ്. കർത്താവ് വഴക്ക് പറഞ്ഞ മുഴുവൻ അവരെയാണ്, പാപികളല്ല വഴക്ക് പറഞ്ഞത്. കർത്താവ് വഴക്ക് പറഞ്ഞ മുഴുവൻ ഈ മനുഷ്യനീതി കൊണ്ട് ദൈവത്തിന് മുമ്പിൽ കവചം തീർത്ത് നിൽക്കുന്ന അഭിനേതാക്കളോടാണ് കർത്താവ് വഴക്കുണ്ടാക്കിയത് മുഴുവൻ. അപ്പോൾ മനുഷ്യനീതിയുടെ ഒരു പ്രത്യേകത, അത് അഭിനയമാണ്, അതൊരു ഷോയാണ്. അതിനകത്ത് ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ, ആ പാപിയെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ്. അതിനാണ് നമ്മൾ മനുഷ്യനീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ വെളിവാക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഒരു നന്മയും നീതിയെ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അതായത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പോൾ ഇത് നമ്മുടെ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നീതി ചില സമയത്ത് നമ്മൾ ആരോടും പറയരുതെന്ന് പറയും. എന്തുകൊണ്ടാണ് പറയുന്നറിയോ? വേറെ ആരും ചോദിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ്, അല്ല സ്നേഹം കൊണ്ടല്ല, നമുക്ക് ആൾക്കാർ അറിയണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. നമുക്ക് ഒരാളെ നമ്മൾ സഹായിച്ചിട്ട് വേറെ ആരോടും പറയരുത് കിട്ടുമോ എന്ന് പറയുന്നത് നമുക്ക് വേറെ ആൾ വന്ന് ചോദിക്കുമോ എന്നുള്ള പേടി കാരണമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഷൈ നേച്ചർ കാരണമായിരിക്കാം. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ആ സ്നേഹം എത്രയും വർദ്ധിക്കുന്നോ അത്രയും ആ നീതി പ്രവൃത്തി രഹസ്യമായിരിക്കും. നിങ്ങൾക്കൊരാളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് എല്ലാവരുടെയും കാണുകയല്ല സഹായിക്കുന്നത്, അതാരും അറിയാതെ സീക്രട്ടാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിനകത്ത് ഒരു രഹസ്യാത്മകതയുണ്ട്, സ്നേഹത്തിനകത്ത് ഒരു സംരക്ഷണമുണ്ട്. ഒരാൾ അപമാനിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹമുണ്ട്. ആ കുഞ്ഞുങ്ങൾ നിന്ന് കൈ നീട്ടരുത്, ഞങ്ങളുടെ നേരെ കൈ നീട്ടാൻ ഇടവരരുത്, കാരണം ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം അവർക്കൂടെ അവകാശപ്പെട്ടതാണ്, അത് ഞങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്, ഞങ്ങളൊരു ബാഗ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ, അയ്യോ ഞങ്ങൾ അരിഷ്ട മനുഷ്യർ, ഞങ്ങളുടെ കയ്യിൽ ഇത്ര ആഹാരം തന്നിട്ടും ഞങ്ങളുടെ കൂടെ അപ്പം നുറുക്കുന്നവർക്ക് അത് പകുത്തു കൊടുക്കാൻ കഴിയാത്ത ദുഷ്ടമനുഷ്യർ, കൊതിയന്മാർ, അരിഷ്ട മനുഷ്യരായ ഞങ്ങൾ ഒരു ബാഗ് കൊടുത്തിട്ട് അല്ലെങ്കിൽ 50 രൂപ കൊടുത്തിട്ട് ആ കുട്ടിയെ അപമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതി കരസ്ഥമാക്കുമോ? ഒരിക്കലുമില്ല. ആ നീതി മനുഷ്യൻ്റേതാണ്, ആ നീതി മനുഷ്യർ കാണാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ളവർ സൂക്ഷിച്ചുകൊള്ളുക. കാരണം നമ്മുടെ നീതി കൊണ്ട് നമ്മൾ മനുഷ്യരെ കാണിക്കാൻ നടക്കുന്ന, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെ കാണിക്കാൻ പറ്റത്തില്ല, രഹസ്യമായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നീതി ചെയ്യുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഉണ്ടാകും പല മോട്ടീവ്സിനാൽ, പല കാരണങ്ങളാൽ, എന്നാൽ അവരുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലമില്ല. ഇവിടെ പ്രതിഫലം കിട്ടിയാൽ പിന്നെ സ്വർഗത്തിൽ പ്രതിഫലമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഈ സുവിശേഷ വേലയിൽ 50 വർഷം 60 വർഷം ആദരിക്കുന്നു, ഷോളിടുന്നു, ആദരിക്കുന്നു, ബൊക്കെ കൊടുക്കുന്നു, പുകഴ്ത്തി മനുഷ്യൻ സംസാരിക്കുന്നു. എന്ത് അപകടകരമാണ്. ഈ പുകഴ്ത്തലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, പ്രതിഫലം കിട്ടിപ്പോയി. ഇവിടെ തന്നെ പ്രതിഫലം വാങ്ങിച്ചു. ഈ പ്രതിഫലം ഇവിടെ കിട്ടിയാൽ നമ്മൾ അവിടെയുള്ള സെറ്റിൽമെൻ്റ് ഇല്ല, ഇവിടാണ് സെറ്റിൽമെൻറ്റ്. നിനക്ക് കിട്ടാനുള്ള ബഹുമാനം, അഭിമാനം, പണം, സമ്പത്ത് എല്ലാം ഇവിടെ തന്നെ പ്രതിഫലമായി നമ്മൾ വാങ്ങുകയാണ്. നമുക്കൊരു എമർജൻസിയിൽ ഉപയോഗിക്കേണ്ട, നിങ്ങൾ ശൂന്യാകാശത്തേക്ക് ഓക്സിജൻ മാസ്കുമായിട്ട് പോയെന്ന് വിചാരിച്ചു. നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഓക്സിജൻ മാസ്ക് പരിശോധിച്ച് അത് തീർത്തു. അവിടെ ചെന്നപ്പോൾ ഇല്ല എന്നുള്ള അവസ്ഥ ആലോചിച്ചെങ്കിൽ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് വച്ചിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഈ വിശ്വാസത്തെ ഈ ലോകത്ത് ഉപയോഗിച്ച് തീർത്തു കഴിയുമ്പോൾ അവസ്ഥ എന്താണ്? അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ പ്രതിഫലമില്ല. ഇവിടെ എല്ലാത്തിൻ്റെ പ്രതിഫലം പറ്റിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ആനന്ദം അനുഭവിച്ചു, അവരുടെ പുകഴ്ത്തലിൽ രസിച്ചു, അതിന് ഓണററി ഡോക്ടറേറ്റ് ഉൾപ്പെടെ നോബൽ സമ്മാനം വരെ വാങ്ങിച്ചു, മനുഷ്യരുടെ പ്രശസ്തിയും കയ്യടിയും എല്ലാം കേട്ടു സുഖിച്ചു, രസിച്ചു, ഉള്ളിൽ ആനന്ദമുണ്ടായി. പക്ഷേ സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും. ഇവിടെയുള്ള ആനന്ദങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. നിങ്ങൾക്ക് എന്തിൽ സന്തോഷിക്കാൻ പറ്റിയാലും അതിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം ഇങ്ങനെ ഒളിഞ്ഞിരിക്കും പല ആളുകൾക്കും. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ്, ദുഃഖവും സന്തോഷവും ചേർന്നതാണ്.
അപ്പോൾ ഇവിടെ സ്വർഗത്തിലെ ആനന്ദം മാത്രം നോക്കി, സ്വർഗത്തിലെ പ്രതിഫലം മാത്രം നോക്കി, ഒരു മനുഷ്യൻ്റെയും ഒരു നല്ല അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കാതെ, ഒരു പുകഴ്ത്തലിന് വേണ്ടി കാത്തിരിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ പ്രതിഫലം സ്വർഗത്തിലാണ്, ഇവിടെയല്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അതാണ് മനുഷ്യനീതിയും ദൈവനീതിയും തമ്മിലുള്ള വേറൊരു വലിയ വ്യത്യാസം. ദൈവനീതിക്ക് ഇവിടെ യാതൊരുവിധ പ്രതിഫലവുമില്ല. എന്നാൽ മനുഷ്യനീതിക്ക് ഇവിടെ ഒത്തിരി പ്രതിഫലമുണ്ട് താൻ. അപ്പോൾ സ്വർഗത്തിൽ മനുഷ്യനീതിക്ക് യാതൊരു പ്രതിഫലവുമില്ല, അത് കര പുരണ്ട തുണി പോലെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി നിത്യതയിലേക്ക് നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ്. ഒരു പെർമനൻ്റ് ജോയ് നമ്മുടെ ഉള്ളിൽ തരുന്നതാണ് ദൈവത്തിൻ്റെ നീതി നമ്മൾ വസിക്കുക എന്ന് പറയുന്നത്. അത് സ്വർഗത്തിലേക്ക് നോക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മനുഷ്യരിലേക്ക് നോക്കുന്നവർ എപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളുടെ നീതി മനുഷ്യരുടെ നീതിയല്ല, അത് ദൈവത്തിൻ്റെ തന്നെ നീതിയാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം? ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അന്ന് കാലത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, പരീക്ഷന്മാരൊക്കെ ഒരു ആൾക്കാർക്കെങ്കിലും പൈസ കൊടുക്കാൻ നേരത്തെ അവർ കാഹളം ഊതി എല്ലാവരും അറിയിക്കും. അവർ നോക്കിക്കോ, അതാ ഞാൻ പൈസ കൊടുക്കുന്നു. അതങ്ങനെയാണ് ഒരു നീതി അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട്, എന്തൊരു കഷ്ടമാണ്, എന്തൊരു നാണക്കേടാണ് കാഹളവുമായിട്ട് റോട്ടിൽ കൂടെ നടന്നിട്ട് 10 രൂപ ഞാൻ കൊടുക്കുന്ന എല്ലാവരും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് 10 രൂപ അടുത്തൊരാൾക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് എനിക്ക് വളരെ ദയനീയം. പക്ഷെ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഇന്ന് നടക്കുന്നത്. ഇന്ന് കാഹളമില്ല, പക്ഷെ പത്രമുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്താൽ മതിയല്ലോ. നിർധനരായ 10 കുട്ടികളുടെ വിവാഹം നടത്തുന്ന ഞാൻ ആയല്ലോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പുസ്തക വിതരണം ചെയ്യുന്ന ഞാൻ, സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ഞാൻ. ഇത് തന്നെയാണ് ആ കാഹളം. അന്ന് അവർ കാഹളമൂതി, ഇന്ന് നമുക്ക് കാഹളം ഇല്ലാത്തതുകൊണ്ട് പത്രവും ബ്രോഷറും അഡ്വർടൈസ്മെൻ്റ് എല്ലാം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇതെല്ലാം മനുഷ്യരുടെ മുമ്പിൽ മാനം ലഭിക്കാൻ വേണ്ടിയുള്ള കാഹളങ്ങളാണ്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കാഹളം കണ്ടപ്പം അവിടെ ഇരുന്ന കുറേ ആൾക്കാർ ആ ചായക്കട മുമ്പിൽ ഇരുന്ന് പറഞ്ഞു, എന്തു നല്ല മനുഷ്യനാണ്, ഇത്രയും നല്ലൊരു നീതിമാനായ മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടായത് ഭാഗ്യം. നിങ്ങൾ അതുവഴി പോയപ്പോൾ അത് കേട്ടു, ഇത്രയും ഭയങ്കര സന്തോഷം. പ്രതിഫലം കിട്ടിപ്പോയി. ഇനി കർത്താവ് ഒന്നും തരാൻ ബാക്കിയില്ല. ഇത് ഇവിടെ കാണിക്കാൻ വേണ്ടി ചെയ്തു, ഇവിടെ നിന്ന് തന്നെ ആളുകളുടെ അപ്രീസിയേഷൻ വാങ്ങിച്ചു, പ്രതിഫലം കിട്ടിപ്പോയി. ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരവസ്ഥ എന്ന് പറയുന്നത്. അവരുടെ നീതിയുടെ പരാജയം അതാണ്. മനുഷ്യനീതിയുടെ പരാജയം എന്ന് പറയുന്നത് മനുഷ്യരോട് യാചിക്കുന്ന, അംഗീകരിക്കൂ, എന്നെ അംഗീകരിക്കൂ, എന്നെ നല്ലതെന്ന് പറയൂ, ഞാൻ ഇത്ര നല്ല പ്രവൃത്തി ചെയ്തില്ലേ, ഗീവ് മീ സം റെക്കഗ്നിഷൻ എന്ന് പറയുന്ന അലറി വിളിക്കുന്ന നീതിയാണ് മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്നത്. ഇന്ന് മനഃശാസ്ത്രത്തിൽ അതാ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ലോകത്ത് റെക്കഗ്നിഷൻ വേണമെന്നുള്ള, റെക്കഗ്നിഷൻ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ എന്നെ മകനായി കാണുന്നു എന്നുള്ളതിനേക്കാളും വലിയ എന്ത് റെക്കഗ്നിഷനാണ് നമുക്ക് വേണ്ടത്? കർത്താവിൻ്റെ മകനാണ് ഞാൻ എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ഐഡൻറ്റിറ്റി ഇല്ല, റെക്കഗ്നിഷൻ ഇല്ല. ആ റെക്കഗ്നിഷനിൽ, ആ ഒരു അംഗീകാരത്തിൽ നമ്മൾ ആനന്ദിക്കുമ്പം നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ഒന്നും ചെയ്യേണ്ടി വരികയില്ല. അപ്പോൾ മനുഷ്യരുടെ നീതി മനുഷ്യരുടെ മുമ്പിലാണ് ചെയ്യുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് മുമ്പിലാണ് ചെയ്യുന്നത്. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പിലല്ല, അത് ദൈവത്തിൻ്റെ തന്നെ മുമ്പിലാണ്. അടുത്ത വാക്യം പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. കപടഭക്തിക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന്, പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇന്നും പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ആ മീറ്റിങ്ങിന് പോയിട്ട് അവരെനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒരു സമയം തന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും സമയം കൊടുക്കേണ്ട കാര്യമുണ്ടോ? എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല. പള്ളിയിലും തെരുക്കോണുകളിലും മൈക്കിൻ്റെ മുമ്പിലൂടെ പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, മൈക്കിൻ്റെ മുമ്പിലുള്ള പബ്ലിക് പ്രാർത്ഥനകൾ തെറ്റല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അതിനകത്ത് ഒത്തിരി കപടമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കപടമുണ്ട്. ആ രണ്ട് പ്രാർത്ഥനയും ടോട്ടലി ഡിഫറൻ്റാണ്. ഇപ്പം ഞാൻ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചോ, അല്ല നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഞാൻ പറയും, ഈ പ്രിയ സഹോദരനെയും സഹോദരിയെയും ഇത്രയും അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത വിശ്വാസത്തിനായി സ്തോത്രം, ഇവർക്ക് കൊടുത്ത നന്മകൾക്കായി സ്തോത്രം, ഇവരെ ഇനിയും ഉപയോഗിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പുകഴ്ത്തലിൻ്റെ ഒരു മേമ്പൊടി അതിൽ വിതറിയേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ശരിക്കറിയാമെങ്കിലും കർത്താവെ ഇവൻ ഇത്തിരി കള്ളമൊക്കെ പറയുന്നവനാണ്, ഇവനെ നേരെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? അയാളുടെ മുമ്പിൽ പ്രാർത്ഥിക്കില്ല. കാരണം മനുഷ്യരുടെ മുമ്പിലുള്ള പ്രാർത്ഥനയ്ക്കകത്തെല്ലാം മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്, അതിനകത്തൊരു വ്യാജമുണ്ട്. ചിലപ്പോൾ മരണ വീടുകളിൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കേൾക്കാം. ഞാൻ പല പ്രാർത്ഥനകളും ശ്രദ്ധിക്കുമ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ മരണ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നറിയോ? ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന
വാക്കുകളെല്ലാം ഈ ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങൾ കേട്ടിട്ട് ആ വാക്കുകളാൽ, എൻ്റെ വാക്കുകളാൽ ആശ്വാസം പ്രാപിക്കട്ടെ എന്നാണ്. അപ്പം ഞാൻ ഈ പ്രാർത്ഥന ആരോടാണ് പറയുന്നത്? എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അവൻ ഇത്രയും നാളും ദൈവം തന്നല്ലോ, അതൊക്കെ ദൈവത്തിനറിയാം. പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്നവർക്കൊരാശ്വാസം. അപ്പം നമ്മൾ പ്രാർത്ഥന ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ദൈവത്തിലേക്കല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലേക്കാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യർ കേട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം ഇത് കേട്ടിട്ട് ദൈവം അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണോ നിങ്ങളുടെ വിശ്വാസം? അതോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ മനോഹരമായ വാക്യങ്ങളുടെ കൊട്ടേഷനും ശബ്ദങ്ങളും എല്ലാം കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്നവർ അത് കേട്ട് ആശ്വസിച്ചോളുന്നാണോ? നിങ്ങളുടെ പ്രാർത്ഥനയാണോ അവരെ ആശ്വസിപ്പിക്കുന്നത്? അതോ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമാണോ അവരുടെ ആത്മാവിൽ ആശ്വാസം നൽകുന്നത്? ശരിക്കും പ്രാർത്ഥന ആരെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്? മനുഷ്യരെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അങ്ങനെ ഉള്ള പ്രാർത്ഥനകൾ ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടി, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ, അതൊക്കെ ഭയങ്കര നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ചെറുപ്പത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു പ്രാർത്ഥിച്ചിട്ട് ആൾക്കാർ പൈസ മേടിക്കാം പ്രാർത്ഥിച്ചതിന്. അപ്പോൾ തിരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നിമിഷം നിൽക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചേക്കുക. അപ്പോൾ ക്യാൻസൽ ആയിക്കോളും അങ്ങോട്ടും ഇങ്ങോട്ടും. ആര് പ്രാർത്ഥിച്ചാലും കർത്താവിന് ഒരുപോലെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കപട വ്യക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുന്നതാണ്, അതാണ് നമുക്കിഷ്ടം. നമ്മുടെ പ്രാർത്ഥനകൾ പബ്ലിക്കാണ് കൂടുതൽ. ചില ആൾക്കാർ പബ്ലിക്കലി ലോങ് പ്രാർത്ഥനയായിരിക്കും, പ്രൈവറ്റായിട്ട് കർത്താവെ സഹായിക്കണമേ, ഇത്രത്തോളം നടത്തിയതിനെ സ്തോത്രം, ഞാനിതാ ഉറങ്ങാൻ പോകുന്നു, ആമേൻ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നവരായിരിക്കും. ഈ അത്രയും പോലും സമയം കിട്ടാത്ത ആൾക്കാരാണ് ചർച്ചിൽ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ നിർത്താത്തത്. ഇതും ഒരു വലിയ പ്രശ്നമാണ്. പരസ്യമാക്കപ്പെടുന്ന രഹസ്യ കാര്യങ്ങൾ, കർത്താവ് രഹസ്യത്തിൽ പറയാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറക്കെ അലറി വിളിക്കുന്ന ഒരു അവസ്ഥ. അന്യഭാഷ പറയുമ്പോൾ ദൈവത്തോട് മനുഷ്യൻ സംസാരിക്കുന്നു, പക്ഷെ കേൾക്കുന്ന ദൈവമൊന്നുമല്ല. ഈ മൈക്ക് വെച്ച് നാട്ടുകാർ മുഴുവൻ ഇയാൾ ഭയങ്കര ആത്മീകനാണ് എന്ന് ചിന്തിപ്പിക്കുകയാണ്. ദൈവത്തിന് മുമ്പിലല്ല പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ ഇന്ന് ആളുകളെല്ലാം ഈ ആത്മീക കാര്യങ്ങളെല്ലാം. പാട്ട് പാടുമ്പോൾ ആരുടെ മുമ്പിലാണ് പാടുന്നത്? പാട്ട് പാടുമ്പോൾ എൻ്റെ പാട്ട് എത്ര മനോഹരമെന്ന് നിങ്ങൾ കേൾക്കൂ, അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ട്രൂപ്പിനെ വിളിക്കൂ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് അവർ പാടുന്നത്. ഞങ്ങളുടെ ഡ്രസ്സിങ് നോക്കൂ, ഞങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കൂ, ഇത്ര നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പുറത്തെ ടീമിനുണ്ടോ സഹോദരങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ പാടുന്നത്. മനുഷ്യർക്ക് എല്ലാവരും അല്ല, ഇതൊന്നും എല്ലാവരും അല്ല, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പെർഫോമൻസ്, പ്രസംഗിക്കുന്നവർ, ലീഡ് ചെയ്യുന്നവർ, പാടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്, മനുഷ്യരുടെ നീതി, മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കേണ്ടതിന്, മനുഷ്യരുടെ രാജ്യം സ്ഥാപിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമായി മാറിയിരിക്കുന്നു. നുറുങ്ങിയ ഹൃദയങ്ങളോടെയുള്ള നിലവിളി ഇന്ന് കേൾക്കാനില്ലാതായിരിക്കുന്നു. കർത്താവിനെ വെളിപ്പെടുത്തുന്ന വചനങ്ങൾ ദൂരെയായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗിരിപ്രഭാഷണം ഇന്നും പ്രസക്തമായിരിക്കുന്നതിൻ്റെ കാരണം. ഇത് നമ്മുടെ ആത്മീയതയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. 6-ാം വാക്യത്തിൽ പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൂടെ? പള്ളിയിൽ നിങ്ങൾ 100 പേർ പ്രാർത്ഥിക്കാൻ വന്നാൽ ആ 100 പേർ പ്രാർത്ഥന കേട്ടാൽ മതി. വെളിയിലുള്ള 500 പേർ കേൾക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഒന്നിച്ച് കർത്താവിനോട് ഒരു കാര്യം പറയുകയാണ്, കർത്താവിനോട് മാത്രമാണ് പറയുന്നത്. 10 പേരൊരിടത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ 10 പേരെ അത് കേൾക്കുന്നുള്ളൂ. ദൈവത്തോട് അവരൊന്നിച്ചാണ് സംസാരിക്കുന്നത്, ഒന്നിച്ചാണ് ആമേൻ പറയുന്നത്. അതല്ലാതെ നാട്ടിൽ നോട്ടീസ് അടിച്ചിട്ടല്ല പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തേണ്ടത്. ഇത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണ്. പലരും എത്ര ഉപവാസം എടുത്തു, ഇത് അങ്ങോട്ട് വരുന്നുണ്ട്, താഴോട്ട് വരുമ്പോൾ ഉപവാസം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ പ്രാർത്ഥനകളെല്ലാം ദൈവവും മനുഷ്യരും തമ്മിലാണ്. മനുഷ്യർക്ക് ദൈവത്തോടുള്ള നിലവിളിയാണ്, ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ സാധിക്കും. അത് എത്ര ഉറക്കെ അലറി വിളിച്ചാലും മനസ്സിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നത് ഒരുപോലെയാണ്. കാരണം ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനകത്ത് എന്തു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ല അവർക്ക് തോന്നുന്നു. ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട്, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളാണെങ്കിൽ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചിട്ടും കുഴപ്പമില്ല, ദൈവം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യവും നീതിയുമാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് കർത്താവിനെ ആണെങ്കിൽ കർത്താവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ലഭിക്കും. നിങ്ങൾക്ക് എസെൻഷ്യൽ ഫോർ ലൈഫ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ പവർ എന്ന് പറഞ്ഞു അതിനകത്തായി കർത്താവ് കേൾക്കുന്നതെന്നാണ്. അതല്ലെങ്കിൽ
ഒരേ കാര്യം വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ തരണേ 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 തരുന്നതിനെ സ്തോത്രം സ്തോത്രം തരണേ തരണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്നതനുസരിച്ച്, ഫ്രീക്വൻസി വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവ് പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചു. ഇതൊക്കെ നമ്മൾ ബൈബിളിൽ എഴുതി വെച്ചിട്ട് വിശ്വസിച്ചതല്ല, നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോയ കാര്യങ്ങളാണ്. ചിലർ പറയുന്നേക്കാം, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചുമ്മാ കാരണം വെച്ചാൽ കർത്താവെ ഇവരെ സഹായിക്കണം, ഇവർ വളരെ ദുഃഖത്തിലാണ്, ആശ്വസിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി കർത്താവിനോട് പറഞ്ഞ ആളാണ്. പക്ഷെ വേറൊരാൾ വന്നിട്ട് ഇവരുടെ ഹൃദയങ്ങളെ തൊഴുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ശക്തിയാണ് ഈ കാര്യങ്ങളെ സാധിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്തല്ല ശക്തി, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനാണ് ശക്തി. പ്രാർത്ഥന നമ്മുടെ ബലഹീനമായ അധരങ്ങളിൽ ഉച്ചരിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവത്തിനാണ് ശക്തി, നമ്മുടെ പ്രാർത്ഥനയ്ക്കല്ല ശക്തി. പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഗോഡ് ഈസ് പവർഫുൾ ആൻഡ് ഹി ലിസൺസ് ടു അവർ ഹംബിൾ സപ്ലിക്കേഷൻസ്. അതാണ് കർത്താവ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശക്തിയും ബലവും ബഹുമാനവും കർത്താവിൻ്റേതാണ്, നമ്മുടെ പ്രാർത്ഥനയുടേതല്ല. ഗോഡ് ഈസ് ഗ്രേഷ്യസ് ടു ലിസൺ ടു അവർ പ്രേയേഴ്സ്. നമുക്ക് അവനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഈ കരുണ, അപ്പോൾ പ്രാർത്ഥിക്കുന്നത്, നന്മകൾ ചെയ്യുന്നത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നതും, ആളുകൾ കാണുമ്പോൾ എന്നെ പുകഴ്ത്തുമെന്ന് വിചാരിക്കുന്നതൊക്കെ ലോകത്തിൻ്റെ നീതിയും ലോകത്തിൻ്റെ മതാത്മകതയുമാണ്. എന്നാൽ കർത്താവിൻ്റെ വിശ്വാസം അങ്ങനെയല്ല, കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. എന്തുകൊണ്ട് അങ്ങനെയല്ല? അത് ദൈവവും നമ്മളും തമ്മിലുള്ള പിതൃപുത്ര ബന്ധം, അപ്പൻ മക്കൾ ബന്ധമാണ് ശരിക്കുമുള്ള ആത്മീയത. ഐ നോ ദാറ്റ് ഐ ഹാവ് മൈ ഫാദർ ഇൻ ഹെവൻ. എനിക്ക് സ്വർഗത്തിലിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടല്ല കർത്താവ് എനിക്ക് തരുന്നത്, അവൻ എന്നോട് കരുണ തോന്നിയിട്ടാണ്. രക്ഷ തന്നതും അങ്ങനെ തന്നെയാണ്, അവൻ കരുണ തോന്നിയിട്ടാണ്. ഞാൻ ചോദിച്ചു മേടിച്ചതല്ല, കർത്താവ് കരുണ കൊണ്ട് അവൻ എൻ്റെ ഹൃദയത്തെ തുറന്നതാണ്. ആ തുറവിയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാനല്ലാതെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ദൈവം കരുണയുള്ളവനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്ത് എല്ലാം പോലും പറ്റത്തില്ല. അപ്പം അതിഭാഷണത്താലല്ല ഉത്തരം കിട്ടുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ ജാതികൾ വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ദൈവം പിതാവായിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളും അങ്ങനെ തന്നെ ആകരുത്. പിന്നെ എന്ത് ചെയ്യണം? അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കാര്യമാണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ പറയാതെ തന്നെ പിതാവിനറിയാം. മക്കൾക്ക് ആഹാരം വേണമെന്ന് പിതാവിനറിയാം, വസ്ത്രം വേണമെന്ന് പിതാവിനറിയാം. എല്ലാ പിതാക്കന്മാർക്കും ചിലപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. പക്ഷെ സ്വർഗത്തിലെ പിതാവിന് നമുക്ക് എന്തു ചെയ്തു തരാനുള്ള ശക്തിയുണ്ട്. കാരണം അവൻ്റെ ശക്തി സ്നേഹത്തിൽ ആണ് വെളിപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കർത്താവിനെ ചലിപ്പിക്കുകയല്ല, പ്രാർത്ഥന കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചലിക്കുകയാണ്. അപ്പോൾ സകലതും അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവം. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്കൊരു 500 രൂപ തരണേ, ഭയങ്കര അത്യാവശ്യമാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് 500 രൂപ ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. പക്ഷെ നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് അത്ര വിശ്വാസമില്ല. ദൈവത്തിന് ഇത്ര അറിയാമെന്നോ ദൈവം തരുമെന്നോ നമുക്കൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിഭാഷണം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ജാതികളെ പോലെ അല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരുടെ മുമ്പിലാണ്? നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ദൈവത്തിന് മുമ്പിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നു, നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പണം വേണം. അപ്പനോട് പറയാണ്, അപ്പ എനിക്ക് നാളെ ഫീസ് അടയ്ക്കണം, പൈസ വേണം. അപ്പോൾ അപ്പം പറയണം, ഓക്കെ അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ അടച്ചിട്ടുണ്ട്, ഞാൻ അതെല്ലാം കരുതിയിട്ടുണ്ട്, ഡോൺ വറി. ഓക്കെ. പിന്നെയും കുറച്ച് നേരം കഴിയുമ്പം അപ്പം നാളത്തെ ഫീസ് അടയ്ക്കാനുള്ള പൈസ വേണം. അപ്പോൾ പറഞ്ഞു, ഞാൻ കരുതിയിട്ടുണ്ട്, നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നില്ല നീ എൻ്റെ വാഗ്ദത്തങ്ങൾ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനത് കേൾക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നാളെ പൈസ കിട്ടിയേ പറ്റൂ, നാളെ പൈസ തരണം, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നാളെ പൈസ തരും, നാളെ തരും. അതിനെതിരെയുള്ള തടസ്സങ്ങളെല്ലാം ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ദൈവം സർവശക്തനായതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് ദൈവം അറിയുന്നു. ഇതാ കർത്താവ് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോയിരിക്കുകയാണ്. ഞാൻ എന്തായിരിക്കും അപ്പനോട് ചോദിക്കുന്നത്? ആ കോൺവെർസേഷനാണ് പ്രാർത്ഥന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ഒരു അപ്പൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അപ്പനോട് സംസാരിക്കുന്നത്? ഒന്നും അറിയാത്ത അപ്പനാണെങ്കിൽ നമുക്ക് നിന്നോട് നീഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾപ്പിക്കാം. ചില ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങനെ വചനം കോട്ട് ചെയ്ത് പറയണം, ഇത്ര അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ തരാമെന്ന് നിനക്ക് വാഗ്ദത്തമുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മക്കളായിട്ട് അവകാശം പറഞ്ഞ് വചനവും വാക്യവും കോട്ട് ചെയ്തൊരു അഡ്വക്കേറ്റിനെ പോലെ നിൻ്റെ മുമ്പിൽ നിന്ന് നിന്നെ ഫോഴ്സ് ചെയ്ത് ചോദിക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യം മക്കൾക്കില്ല.
മക്കൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കൾക്ക് ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ അടുത്തോട്ട് എന്നിട്ട് സംസാരിക്കാം, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. അപ്പോൾ കർത്താവ് അതിൻ്റെ അഷുറൻസ് നമുക്ക് തരും. ഓക്കെ, തന്നില്ലേലും കർത്താവിന് അറിയാമല്ലോ നമ്മളെക്കാളും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നും നമ്മളെങ്ങനെ ജീവിക്കുമെന്നും എല്ലാം കർത്താവിനറിയാം. നമ്മൾ അവനെ വിശ്വസിക്കുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേ വേണ്ടല്ലോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ അതിനുള്ള മറുപടിയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന ഒരു പിതാവിനോട് ജൽപ്പനം കൂടാതെ എങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതും ജൽപ്പനമാണ്. ഇത് 50 പ്രാവശ്യം പറയുന്നവരും 100 പ്രാവശ്യം പറയുന്നവരും 150 പ്രാവശ്യം പറയുന്നവരുണ്ട്. ഓക്കെ, എനിക്ക് കാലിന് വേദന എടുക്കുന്നു വരുമ്പോഴേക്കും പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ 50 പ്രാവശ്യം ചൊല്ലിയാൽ കാല് വേദന മാറും. അങ്ങനെയല്ല, കർത്താവോടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇപ്രകാരം ഈ രീതിയിൽ പ്രാർത്ഥിക്കുവിൻ. ഈ രീതിയിൽ, ഈ മോഡൽ വെച്ച് പ്രാർത്ഥിക്കുവിൻ. അതായത് ഇതേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുവിൻ എന്നല്ല എൻ്റെ അർത്ഥം. ഇതേ രീതിയിൽ ഒരു അപ്പനോട് മകൻ എങ്ങനെ സംസാരിക്കും, അത് സർവശക്തനായ ദൈവമായ നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച അപ്പൻ്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, ഈ രീതിയിൽ സംസാരിക്കും എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതായത് ഇത് തന്നെ കാണാപ്പാടം പഠിച്ച് പറയാനല്ല, അതേ രീതിയിൽ തന്നെ കർത്താവിൻ്റെ അടുത്തൊരു അപ്പ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യം ഇറങ്ങി വരാൻ വേണ്ടി, നമ്മുടെ രാജ്യം വലുതാവാൻ വേണ്ടിയല്ല, പരീക്ഷണങ്ങൾ അകപ്പെടാതെ സകല ശക്തിയും ബലവും ബഹുമാനവും കുഞ്ഞാടിന് കൊടുക്കുന്ന രീതിയിൽ ഉള്ള പ്രാർത്ഥനകളാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ആഴ്ചയിൽ കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ആ വലിയ നീതിയിലേക്ക് കർത്താവെ, മനുഷ്യരുടേതല്ലാത്ത ക്രിസ്തുവിൻ്റെ അധിവാസത്താൽ ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഉണ്ടാകുന്ന നീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ അങ്ങേ മാത്രം നോക്കി ജീവിക്കുവാൻ, അങ്ങയുടെ നീതിയെ മാത്രം ആഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.